ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പിറന്ന എവർഗ്രീൻ സിനിമയാണ് സന്ദേശം. ഇന്നും വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള സന്ദേശം ആക്ഷേപഹാസ്യമായാണ് ശ്രീനിവാസൻ ഒരുക്കിയത്. ജയറാം, തിലകൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ വലിയ താരനിര ഒന്നിച്ച ചിത്രത്തിൽ മാള അരവിന്ദനും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. എന്നാൽ മാള അരവിന്ദൻ അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നത് നടൻ ജഗതി ശ്രീകുമാറാണെന്നും അദ്ദേഹം അഭിനയിക്കാമെന്ന് വാക്ക് തന്നിരുന്നുവെന്നും ശ്രീനിവാസൻ പറയുന്നു. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം എത്ര വിളിച്ചിട്ടും ജഗതി ശ്രീകുമാറിനെ കിട്ടിയില്ലെന്നും പിന്നീട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു സിനിമയുടെ തിരക്കിലാണെന്നറിഞ്ഞെന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. ഒരു പഴയ അഭിമുഖത്തിലാണ് ശ്രീനിവാസൻ ഇക്കാര്യം പറഞ്ഞത്. ഞാൻ എഴുതുകയും സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുകയും ചെയ്ത ചിത്രമായ സന്ദേശത്തിൻ്റെ ഒരു ആവശ്യത്തിനായി ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് ജഗതി ശ്രീകുമാറിനെ കണ്ടു. അതിലൊരു റോൾ അഭിനയിക്കുന്ന കാര്യം അതിനു മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് 8-ാം തീയതി തന്നെയല്ലേ ഷൂട്ടിംഗ് തുടങ്ങേണ്ടത്, ഞാൻ അന്നല്ലേ വരേണ്ടത് എന്നൊക്കെയായിരുന്നു. കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇന്ന് പുറപ്പെടുകയാണ്. 12 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ആ കഥാപാത്രം ഞാൻ തന്നെ ചെയ്യും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ജയറാമിൻ്റെയും എൻ്റെയും ചേച്ചിയുടെ ഭർത്താവായിട്ടായിരുന്നു അദ്ദേഹത്തിന് ആ ചിത്രത്തിൽ വേഷം. അങ്ങനെ ഞങ്ങൾ പിന്നെയും വിളിച്ചപ്പോൾ ജഗതി പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം കിട്ടി. 12 മണി കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു, ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞു. ജഗതി ശ്രീകുമാർ മാത്രം വന്നില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം മദിരാശിയിൽ വേറൊരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നത്. പിന്നെ വേറെ വഴിയില്ലാതെ ഞങ്ങൾ മാള അരവിന്ദനെ കൊണ്ട് ആ വേഷം ചെയ്യിക്കുകയായിരുന്നു.